ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുമണീസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ, തേങ്ങയിലേക്ക് ഞാൻ തേങ്ങ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. തേങ്ങ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതെ, അരച്ച് നന്നായി അരയണേ. അരച്ച് മാറ്റിയെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് മസാല ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ആവണമെങ്കിൽ നമ്മുടെ സവോള, വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക് ഉണ്ടെങ്കിൽ കീറിയിട്ടാൽ നല്ലതായിരിക്കും. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള വാരിയിട്ട് കൊടുക്കാം. സവോള ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്ത് തരണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈ കറി ഇഷ്ടപ്പെടും. ഇതുപോലെ ചെയ്ത് നോക്കും വേണം കേട്ടോ. അങ്ങനെ ഈ സവോളയെല്ലാം വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. സവോള വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി 1.5 സ്പൂണ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വീണ്ടും അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മുടെ ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇത്രയും കൂട്ടാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച് അതിൻ്റെ നല്ല പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനുണ്ട് കേട്ടോ. കറികൾ വയ്ക്കുമ്പോൾ കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എല്ലാവരും സഹകരിക്കണം കേട്ടോ. ഇനി ആ തേങ്ങ നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി നന്നായി യോജിപ്പിച്ച് നമ്മുടെ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ മസാലയുടെ മണമൊക്കെ നന്നായി വരും. ആ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കറി യോജിച്ച് ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. എല്ലാം കൂടി മസാലയൊക്കെ പിടിച്ച് അരപ്പൊക്കെ ഒന്ന് ചേർന്ന് യോജിച്ച് വന്നതിന് ശേഷം എണ്ണ തെളിയണ വരെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ കറി നമ്മൾ മൂടി വെച്ച് വേവിച്ചു. കറി ഓക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല കറിയാണ്, നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തണം കേട്ടോ. താങ്ക് യു.